അധ്യായം 14. സാത്താന്യക്കെണി. മനുഷ്യചരിത്രത്തിൽ ആദ്യമായി ഉപായത്താൽ ചതിച്ചത് പിശാചാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ പുസ്തകങ്ങളിൽ പിശാചിൻ്റെ കെണിയിലകപ്പെട്ട് അനേകർ നിത്യ നരകാഗ്നിക്ക് യോഗ്യരായത് നാം വായിച്ചിട്ടുണ്ടല്ലോ. എലിയെ പിടിക്കുവാൻ എലിപ്പത്തായവും അടിവില്ല് അഥവാ എലിക്കെണി വയ്ക്കുന്നത് പോലെയും മീനിനെ പിടിക്കുവാൻ ചൂണ്ടയിൽ ജീവനുള്ള ഇരയെ കോർത്തിടുന്നത് പോലെയും സദാസമയവും ജഡമോഹങ്ങളും കൺമോഹങ്ങളും ജീവനത്തിൻ്റെ പ്രതാപങ്ങളും ഇരകളായി ഉപയോഗിച്ച് മാനവജാതിയെ അവൻ നശിപ്പിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഒന്നായ കളയെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അടുത്തത് തന്ത്രം, കെണി എന്നുള്ളതാണ്. ചതിവ്, ഉപായം, കുടുക്ക് തുടങ്ങിയവ അതിൻ്റെ പര്യായ പദങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കെണിയെക്കുറിച്ച് പല പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന വേദഭാഗങ്ങൾ മനസ്സിലാക്കുക. സദൃശവാക്യങ്ങൾ 29 അധ്യായം 25 വാക്യം, 20 അധ്യായം 25 വാക്യം, ഓബദ്യാവിൻ്റെ പ്രവചനം 7 അധ്യായം, റോമാലേഖനം 11 അധ്യായം 9 വാക്യം. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരിക്കണം. 1 തിമോഥെയോസ് 3:7. ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. 1 തിമോഥെയോസ് 6 അധ്യായം 9 വാക്യം. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നുവെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. 2 തിമോഥെയോസ് 2 അധ്യായം 26 വാക്യം. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി നിത്യാഗ്നിയിലേക്ക് എറിയപ്പെടുവാൻ സംഗതിയാക്കുന്നത് പിശാചിൻ്റെ കെണിയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യർ 11 അധ്യായം 3 വാക്യം. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ഉപായത്താൽ ചതിച്ചത് പിശാചാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ പുസ്തകങ്ങളിൽ പിശാചിൻ്റെ കെണിയിലകപ്പെട്ട് അനേകർ നിത്യനരകാഗ്നിക്ക് യോഗ്യരായത് നാം വായിച്ചിട്ടുണ്ടല്ലോ. എലിയെ പിടിക്കുവാൻ എലിപ്പത്തായവും അടിവില്ലും അഥവാ എലിക്കെണി വയ്ക്കുന്നത് പോലെയും മീനിനെ പിടിക്കുവാൻ ചൂണ്ടയിൽ ജീവനുള്ള ഇരയെ കോർത്തിടുന്നത് പോലെയും സദാസമയവും ജഡമോഹങ്ങളും കൺമോഹങ്ങളും ജീവനത്തിൻ്റെ പ്രതാപങ്ങളും ഇരകളായി ഉപയോഗിച്ച് മാനവജാതിയെ അവൻ നശിപ്പിക്കുന്നു. മരണവേദന കൊണ്ട് പിടയുന്ന തവളക്കുഞ്ഞിൻ്റെ അവസ്ഥ സന്തോഷമെന്ന് കരുതി മീൻകൂട്ടങ്ങൾ കാണുവാനെത്തുന്നു. ഈ കെണിയെ എവിടെ വരെ എത്തിക്കുമെന്ന് പാവം മീൻകൂട്ടങ്ങൾ അറിയുന്നില്ല. ചൂണ്ടയുടെ അങ്ങേയറ്റത്ത് കോലിൽ പിടിച്ച് ചൂണ്ടക്കാരൻ മീനിൽ നിന്ന് വളരെ അകലെ നിലകൊള്ളുന്നു. മീൻകൂട്ടം ചൂണ്ടക്കാരൻ്റെ ഒരു നിഴൽ പോലും കാണുന്നില്ല. തൻ്റെ കൈകൾ നിശ്ചലമാണ്. തവളക്കുഞ്ഞിൻ്റെ മരണവെപ്രാളം ഡാൻസായി കണക്കാക്കി മീൻകൂട്ടങ്ങൾ അതിനു ചുറ്റും ഊളിയിട്ട് സന്തോഷിക്കുന്നു. ഈ സമയം ചൂണ്ടക്കാരൻ്റെ കൂടയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുമീൻ വെള്ളത്തിലേക്ക് കടന്നുവന്ന് മീൻകൂട്ടത്തോട് സംസാരിക്കുന്നുവെന്ന് കരുതുക. അത് വിളിച്ചു പറയുകയാണ്, അല്ലയോ കല്ലേമുട്ടികളെ, വാളച്ചേട്ടന്മാരെ, തവളയെ അകന്നു പോകുവിൻ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു കറുത്ത കരമാണ്. അത് വറചട്ടിയിലെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു കെണിയാണ്. അകന്നു പോകുവിൻ. അല്പനേരം വാളച്ചേട്ടൻ ചെറുമേനിൻ്റെ സുവിശേഷം കേട്ടിട്ട് അതിനെ പരിഹസിക്കുകയും വെള്ളത്തിൽ എന്തൊരു സന്തോഷം എന്ന് ആർത്തു പാടുകയും മറ്റു മീനുകളും അതേറ്റുപാടുകയും ചെയ്യും. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ വാളച്ചേട്ടൻ മുന്നോട്ട് വരികയും തവളക്കുഞ്ഞിനെ വിഴുങ്ങാനായി ചാടി വീഴുകയും ചെയ്യുന്നു. തവളയെ വിഴുങ്ങുമ്പോൾ മാത്രമാണ് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ചലിക്കുന്നതായി താൻ കാണുന്നത്. മീൻപിടുത്തക്കാരൻ ചൂണ്ടച്ചരടിനെ മുകളിലേക്ക് പൊക്കുമ്പോൾ വാളച്ചേട്ടൻ വായുവിൽ വാലിട്ടടിച്ച് ബഹളമുണ്ടാക്കുകയാണ്. അപ്പോൾ വാളച്ചേട്ടൻ്റെ വായുവിലെ പ്രകടനം കണ്ട് കല്ലേമുട്ടികൾ ഏറ്റുപാടി, വെള്ളത്തിലെന്തൊരു സന്തോഷം, വായുവിലെന്തൊരു സന്തോഷം. പെട്ടെന്ന് ചരട് കരയിലേക്ക് വലിച്ചു. ചൂണ്ടയുടെ കോലിൻ്റെ അറ്റം പിടിച്ച കൈകൾ ചൂണ്ടയിൽ നിന്ന് വാളച്ചേട്ടനെ വേർപെടുത്തി കൂടയിലേക്ക് ഇടുമ്പോഴാണ്
തൻ്റെ ആപത്തിനെക്കുറിച്ച് വാളച്ചേട്ടൻ മനസ്സിലാക്കുന്നത്. മറ്റു മീനുകൾ വെള്ളത്തിന്മീതെ തല ഉയർത്തി നോക്കിയപ്പോൾ കൂടയിലുള്ള മീനുകൾ വാലിൽ കുത്തി മേലോട്ട് ചാടുന്നത് കണ്ടു. അപ്പോഴും വെള്ളത്തിലെ മീനുകൾ ഏറ്റുപാടി, വെള്ളത്തിലെന്തൊരു സന്തോഷം, വായുവിലെന്തൊരു സന്തോഷം. കൂടയിലെന്തൊരു ഡിസ്കോ ഡാൻസ്. മീൻ കൂടെ നിറഞ്ഞു. അപ്പോൾ വെള്ളത്തിലെ ഓരോ മീനും തങ്ങളുടെ ചാൻസ് കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസമാകട്ടെ എന്ന് പറഞ്ഞ് ചൂണ്ടക്കാരൻ കൂടയുമെടുത്ത് മൈലുകൾക്കകലെയുള്ള ഭവനത്തിൽ കത്തിക്ക് മൂർച്ചയും കൂട്ടി കാത്തിരിക്കുന്ന ഭാര്യയുടെ അടുക്കലെത്തുന്നു. അപ്പോൾ മാത്രമാണ് ചെറുമീനിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് വാളച്ചേട്ടൻ ചിന്തിച്ചത്. അയ്യോ, പെട്ടുപോയല്ലോ, ഇനി എന്തു ചെയ്യും? ആ വലിയ അപകടസന്ധിയിൽ ദീനരോധനം മുടക്കാനേ വാളച്ചേട്ടനായുള്ളൂ. രോധനം നിലയ്ക്കും മുമ്പ് ചൂണ്ടക്കാരൻ്റെ ഭാര്യയുടെ കത്തി വാളച്ചേട്ടൻ്റെ തല മുറിച്ചു കഴിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വാളച്ചേട്ടൻ നുറക്കപ്പെട്ട് തൊട്ടടുത്ത വറചട്ടിയിൽ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വീണു കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് പിശാച് ജനകോടികളെ നരകാഗ്നിയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നത്. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെ കൊണ്ട് അനേകരെ തൻ്റെ ചൂണ്ടയിൽ അവൻ പിടിപ്പിക്കുന്നു. ഇതിനായി പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഇര സ്ത്രീകളാണ്. മാനവജാതിയെ തെറ്റിക്കുവാൻ ഹവ്വയാകുന്ന സ്ത്രീയെ ആദ്യമായി താൻ ചൂണ്ടയിൽ പിടിച്ചു. ലോകാരംഭം മുതൽ ഇന്നുവരെയും ചരിത്രത്തിലെ വീരശൂര പരാക്രമികളെ വീഴിച്ചത് പിശാചിൻ്റെ ചൂണ്ടയിലെ സ്ത്രീകളായിരുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ സ്ത്രീകൾ മൂലം നാശത്തിലേക്ക് പോയവരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. നോഹയുടെ കുടുംബം ഒഴികെ ബാക്കി സർവ്വ മനുഷ്യരെയും വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുന്നതിന് കാരണമായത് മനുഷ്യരുടെ പുത്രിമാർ ആണ്. അവർ മൂലമുണ്ടാകുന്ന മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കത്തക്കവണ്ണം പിശാചിൻ്റെ കയ്യിലെ ഇരകളായി മനുഷ്യപുത്രിമാർ മാറി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഹാഗാർ തനിക്ക് കെണിയായി ഭവിച്ചു. ലോത്തിൻ്റെ ജീവിതത്തിൽ സ്വന്തം പെൺമക്കൾ തന്നെ തനിക്ക് കെണിയായി. ഇസ്രയേലിലെ 42 രാജാക്കന്മാരെയും മൂക്കുകുത്തിച്ചതിന് കാരണം സ്ത്രീകൾ തന്നെ. ശൗൽ രാജാവിൻ്റെ നാശത്തിന് കാരണം സ്ത്രീകളുടെ ഒരു പാട്ടായിരുന്നു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. 1 ശമൂവേൽ 18-ാം അധ്യായം 7-ാം വാക്യം. 1000-ഉം 10,000-ഉം തമ്മിലുള്ള വ്യത്യാസം ഒരു പൂജ്യം മാത്രമാണ്. ആ പൂജ്യമാകുന്ന ചൂണ്ടയിൽ ശൗൽ കുടുങ്ങി. ഗിൽബോവ പർവ്വതത്തിൽ ആത്മഹത്യയിൽ ആ ജീവിതം അവസാനിക്കേണ്ടി വന്നു. 2 കാലും മുടന്തനായ മെഫിബോശെത്ത് അല്ലാതെ ആരും തൻ്റെ ഭവനത്തിൽ അവശേഷിച്ചില്ല. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ബത്ശേബ കെണിയായി ഭവിച്ചു. തൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിനും ഇസ്രയേൽ ചരിത്രത്തിൻ്റെ തലകീഴായുള്ള കരണം മറിച്ചിലിനും കാരണം ബത്ശേബയാണെന്ന് കാണാം. ശലോമോൻ്റെ ജീവിതത്തിൽ 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും തനിക്ക് കെണിയായി. ഇവർ മൂലം താൻ യഹോവയോട് പാപം ചെയ്ത് മരിച്ചതായി നാം അറിയുന്നു. ശിംശോൻ്റെ ജീവിതത്തിൽ ദലീലയായിരുന്നു കെണി. അവൾ അവനെ ഉറക്കി ഒതുക്കി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി എന്ന് വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യം. 2 കണ്ണും പൊട്ടിയവനായി ചെമ്പുചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഫിലിസ്തീനയുടെ ക്ഷേത്രത്തിൽ മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യബോംബായി ക്ഷേത്രത്തിലുള്ളവരെയെല്ലാം ഒറ്റയടിക്ക് കൊന്ന് അവരോടൊപ്പം നശിക്കുവാൻ കാരണമായി. ശലോമോൻ പറയുന്നു, പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നു. അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളത് എന്തെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. പിശാചിൻ്റെ ചൂണ്ടയിലെ ഇരകൾ ഇന്ന് സിനിമാ നടീനടന്മാരാണ്. ഇതിന് പിന്നാലെ പോകുന്ന ബഹുശതം യൗവനക്കാരും നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു. പിശാചിൻ്റെ ചൂണ്ടയിലെ ഇരകളെ നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അനേകം വീരന്മാർ പട്ടുപോയതുപോലെ നാമും പട്ടുപോകാനുള്ള സാധ്യത ഏറെയാണ്. പിശാച് മനുഷ്യനെ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് വാക്കുകളുടെ പെരുപ്പം നിമിത്തമാണ്.
തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഹവ്വയോട് പിശാച് ചോദിച്ചു. ദൈവകൽപ്പനയിൽ വഞ്ചന തിരികെ കയറ്റി അവൻ ജനങ്ങളെ വഞ്ചിക്കുന്നു. ഇങ്ങനെ ലോകത്തിൽ മനുഷ്യദൈവങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. അവരുടെ വാക്കുകളിൽ ആകൃഷ്ടരായി ജനകോടികൾ നിത്യാഗ്നിയിൽ വെന്തു മരിക്കുന്നു. കെണിയുടെ ആരംഭം നിസാരമെങ്കിലും അവസാനം ഭയങ്കരമത്രേ. ഇങ്ങനെയൊരു കഥ കേട്ടിട്ടുണ്ട്. നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന വിശാലമായ ഹോട്ടലിൽ ദിനവും ആയിരക്കണക്കിന് ആളുകളാണ് ഭക്ഷണം കഴിച്ചു പോന്നിരുന്നത്. ഒരു ദിവസം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഹോട്ടൽ ഉടമയ്ക്ക് എന്തൊരു വരുമാനം! ഇത് ഒരിക്കലും നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് കേട്ടുനിന്ന അശുദ്ധാത്മാക്കൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ഹോട്ടലിനെ നമുക്ക് ഇല്ലാതാക്കണം. അപ്പോൾ അടുത്തവൻ പറഞ്ഞു, ഇന്ന് തന്നെ ഞാനിതിൻ്റെ അവസാനം നിനക്ക് കാണിച്ചു തരാം. ഹോട്ടലിൽ ഹൽവയുണ്ടാക്കുന്നയാളും ഉപ്പേരി വറുക്കുന്നയാളും അടുത്തടുത്ത് നിന്നാണ് തങ്ങളുടെ ജോലികൾ ചെയ്തിരുന്നത്. ദുരാത്മാവ് ഹൽവക്കാരൻ്റെ ഉള്ളിൽ കടന്ന അവനോട്, ഉപ്പേരി വറുക്കുന്നയാൾക്ക് ഹൽവയുടെ രുചി നോക്കുന്നതിനായി ഒരു കഷണം കൊടുക്കുക എന്നു പറഞ്ഞു. അയാൾ രുചി നോക്കിയ ശേഷം കയ്യിൽ പറ്റിയ ഹൽവയുടെ അംശം വിരലുകൊണ്ട് തൻ്റെ പിറകിൽ തൂക്കിയിട്ടിരുന്ന ദൈവത്തിൻ്റെ ചിത്രത്തിൻ്റെ ഫ്രെയിമിൽ തേച്ചു. ഉപ്പേരി വറുത്തുകോരുന്ന ജോലി തുടർന്നു. ഫോട്ടോ ഫ്രെയിമിലെ ഹൽവയുടെ മണം ശ്വസിച്ച ഒരു ഈച്ച അവിടെ പറന്നു വന്നിരുന്നു. ഇത് കണ്ടുകൊണ്ട് ദൂരെ ഇരുന്ന ഒരു പല്ലി ഈച്ചയെ പിടിക്കുവാനായി ഒരു ചാട്ടം പിഴച്ച് ഉപ്പേരിക്കാരൻ്റെ പുറത്ത് വീണു. പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ അയാൾ തിളച്ച എണ്ണയിൽ ഉപ്പേരി കോരിക്കൊണ്ടിരുന്ന തവി അറിയാതെ പൊക്കി പുറകോട്ട് വീശി. ഇതൊന്നും അറിയാതെ ഇഡലിയും ദോശയും കഴിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മുഖത്തേക്കാണ് തിളച്ച എണ്ണ വീണത്. അതിൽ രോക്ഷാകുലരായ ചിലർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഉപ്പേരി വറുക്കുന്നയാളിനെ പൊതിരെ തല്ലി. പെട്ടെന്ന് തിളച്ച എണ്ണ നിറഞ്ഞ പാത്രം തീയിലേക്ക് വീണു. തീ ആളിപ്പടർന്നു. മേൽക്കൂര കത്തി തീ പുറത്തേക്കും പടർന്നു. ആളുകൾ ഭയാക്രാന്തരായി മറ്റുള്ളവരെ ചവിട്ടിമെതിച്ചുകൊണ്ട് പുറത്തേക്കോടി. പലരുടെയും കൈയും കാലും ഒടിഞ്ഞു. തീജ്വാലകൾ ഹോട്ടലിനെ ആകമാനം വിഴുങ്ങി. പട്ടണത്തിലെ ഫയർ എഞ്ചിൻ എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. തീ അടുത്ത ഷോപ്പുകളിലേക്കും ആളിപ്പടർന്നു. വൻ നാശനഷ്ടമുണ്ടായി. ചില സമയങ്ങൾക്കുള്ളിൽ ഒരേ നിര ഷോപ്പുകൾ എല്ലാം കത്തി ചാരക്കൂമ്പാരമായി ഉയർന്നു. ഇതിന് പദ്ധതി ആസൂത്രണം ചെയ്ത ദുരാത്മാക്കളും ദുഷ്ടാത്മസേനകളും പിശാചും തുള്ളിച്ചാടി ആനന്ദിച്ചു. നാം നിസാരമെന്ന് കരുതുന്ന വസ്തുതകൾ പിശാചിൻ്റെ കയ്യിലെ കെണികളായി മാറുമ്പോൾ ഉണ്ടാകുന്ന നാശം ചിന്താതീതമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു. ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന കാലങ്ങളിലൊന്നും ദൈവം തന്നെ കൈവിട്ടില്ല. എന്നാൽ ഒരു സന്ധ്യാപ്രാർത്ഥന മുടക്കിയതിനാൽ തനിക്കും തൻ്റെ ഗൃഹത്തിനും ഇസ്രയേൽ രാഷ്ട്രത്തിനും സംഭവിച്ച നാശം വർണ്ണനാതീതമാണ്. ഒരു സന്ധ്യാസമയത്ത് മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. തൻ്റെ ശ്രദ്ധ മുഴുവൻ ആ സ്ത്രീയിലേക്ക് തിരിഞ്ഞു. പിശാചു വച്ച കെണിയിൽ താൻ കുടുങ്ങുകയാണെന്ന് ദാവീദിന് മനസ്സിലായില്ല. കണ്ണിൻ്റെ ഒരു നിമിഷ നേരത്തെ നോട്ടം തന്നെ വലിയ നാശത്തിലേക്ക് ആനയിച്ചു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് അവളെ ആളയച്ചു വരുത്തി ഭാര്യയായി എടുക്കുവാൻ സംഗതി വന്നു. തനിക്ക് സംഭവിച്ച തെറ്റിൽ നിന്ന് രക്ഷപ്പെടുവാൻ 10 കൽപ്പനകളെ തനിക്ക് ലംഘിക്കേണ്ടതായി വന്നു. ആ സ്ത്രീയുടെ ഭർത്താവിനെ ചതിച്ച് കൊല്ലേണ്ടി വന്നു. തന്മൂലം ഒരു നല്ല രാജാവായോ നല്ല പിതാവായോ തനിക്ക് മരിക്കുവാൻ കഴിഞ്ഞില്ല. ഇതുമൂലം രാജ്യം 2ആയി വിഭാഗിക്കപ്പെട്ടു. 400 വർഷത്തിനുള്ളിൽ ഇസ്രയേൽ രാഷ്ട്രം തൂത്തുവാരി എറിയപ്പെട്ടു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഹാഗാറിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ഇന്നത്തെ ചരിത്രം തന്നെ മറ്റൊന്നായി മാറുമായിരുന്നു. ചന്ദ്രനമസ്കാരികളെ കൊണ്ട് അതിക്രൂരമായ കൊല ഈ നാളുകളിൽ നടക്കുകയില്ലായിരുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ ശാപം മനുഷ്യ ബോംബുധാരികളായ തീവ്രവാദികളാണ്. പിശാചിൻ്റെ കെണിയുടെ അനന്തരഫലമത്രേ വലിയത്. 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജപ്പാൻ ചക്രവർത്തിയോട് കീഴടങ്ങുവാൻ അന്ത്യശാസനം കൊടുത്തു. ചക്രവർത്തിയും തൻ്റെ മന്ത്രിസഭയും ചേർന്ന് കീഴടങ്ങുവാനുള്ള കാര്യം തീരുമാനിക്കുവാൻ അല്പസമയം തരണമെന്ന് അർത്ഥമാക്കുന്ന മോക്സാറ്റ്സു എന്ന ജപ്പാനീസ് ഭാഷയിലെ വാക്ക് ടെലഗ്രാമായി കൊടുത്തു. ഈ വാക്ക് അമേരിക്കൻ പ്രസിഡന്റിന് പരിഭാഷപ്പെടുത്തിയ ആൾക്ക് തെറ്റുപറ്റി.
കീഴടങ്ങുകയില്ല എന്നാണ് ജപ്പാൻ ചക്രവർത്തി പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പ്രസിഡന്റിനെ ധരിപ്പിച്ചു. അതിൻ്റെ പരിണതഫലം വലുതായിരുന്നു. ജപ്പാനെ നശിപ്പിക്കുവാൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിപ്പിച്ചു. 3 ലക്ഷം പേർ മെഴുകുതിരി പോലെ കത്തിയെരിഞ്ഞില്ലാതെയായി. കോടിക്കണക്കിന് ആളുകൾ തീരാ രോഗികളായി മാറി. ഇന്നും അവരുടെ തലമുറ തീരാ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഭാഷയിലൂടെ പിശാചൊരുക്കിയ കെണി മനുഷ്യവർഗത്തെ തീരാ ദുഃഖത്തിലും ദുരിതത്തിലുമാഴ്ത്തി. ആദ്യ മാതാവായ ഹവ്വയെയും ദൈവത്തിൻ്റെ കൽപ്പനകളെ തിരുത്തി കെണിവെച്ച് മനുഷ്യജാതിക്ക് കഷ്ടതയും ശാപവും വേദനയും മരണവും അതോടൊപ്പം പൊടിയോട് ചേരുവാനും പിശാച് വഴിയൊരുക്കി. അതിന് പരിഹാരമായി ദൈവപ്രതിമയായിരുന്ന യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് പ്രായശ്ചിത്ത ബലിയായി. സ്നേഹിത, പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആന്തത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. I'll see you.